ഞാനിതിപ്പോൾ നടന്ന് നടന്ന് എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഞാനൊരു ഈജിപ്ഷ്യൻ ഡെസേർട്ട് കഴിക്കാനായിട്ട് ഇടപ്പള്ളി ഉള്ള നമ്മുടെ സൈലമായി വന്നേക്കോണെ. ഓൾറെഡി നമ്മൾ കാക്കനാട് പോയി നോക്കി, അവിടെ നല്ല തിരക്ക്, റോഡ് ഫുള്ള് ക്യൂ ഇങ്ങനെ നിൽക്കുന്ന കാരണം നമുക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വയ്യാത്ത കാരണം നമ്മൾ അവിടെ നിന്ന് ഈ സമയം കൊണ്ട് നമുക്ക് ഇടപ്പള്ളി പോയിട്ട് വരാമെന്ന് ഓർത്തിട്ട് ഇടപ്പള്ളി പോയിട്ട് അവിടെ തിരക്കുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അകത്തോട്ട് കയറി നിൽക്കാനും പുറത്ത് ഫ്രണ്ടിൽ നിൽക്കാനൊക്കെ ഉള്ള സ്പേസ് ഉള്ള കാരണം നമ്മള് അവിടെ പോവാന്ന് വെച്ചാൽ ആദ്യം ആലോചിച്ച് കേട്ടോ കയറണോ വേണ്ടോ. എന്നിട്ട് പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങ് കയറി. അത് കഴിഞ്ഞ് അവിടെ പോയി മെനു കാർഡൊക്കെ കിട്ടി. എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പല വെറൈറ്റി ഉള്ളത് കാരണം നമ്മൾ കറക്കി കുത്തി ലോട്ടസ് പിസ്താഷ്യോ അങ്ങോട്ട് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. എന്നിട്ട് അവിടെ പോയി ക്യൂ നിൽക്കും കേട്ടോ. ഓർഡർ ചെയ്യാൻ ക്യൂ നിൽക്കുകയാണ്. പിന്നെ അതിന്റെ ഒപ്പം ഒരു ഷേക്കും കൂടെ മേടിക്കാന്ന് വിചാരിച്ചു. ലോട്ടസിന്റെ ഒരു ഷേക്ക്, പിസ്തയുടെ ഷേക്കായിരുന്നു നോക്കിയ, പക്ഷെ പിസ്ത കിട്ടാത്ത കാരണം ലോട്ടസിന്റെ ഷേക്ക്. ഇവിടെ ഡെസേർട്ടിനൊക്കെ 350 റുപ്പീസാണ് അതിന്റെ റേറ്റ് വരുന്നത്. പിന്നെ ഷേക്കിന് 150 റുപ്പീസ്. അപ്പൊ നമ്മളൊരു ഡെസേർട്ടും ഒരു ഷേക്കും മേടിച്ചു കിട്ടാം. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്കറിയില്ല. നമ്മൾ എന്തായാലും ട്രൈ ചെയ്യാനാ, ഫസ്റ്റ് ട്രൈ, ആദ്യമായിട്ടല്ലേ ഒരു ഡെസേർട്ട് വരെ നമ്മൾ ട്രൈ ചെയ്യണ്ടേ. അങ്ങനെ ട്രൈ ചെയ്യാന്ന് ഓർത്തിട്ട് എന്തായാലും വരട്ടേന്ന് ഓർത്ത് രണ്ടും ഓർഡർ ചെയ്തിട്ട്, ഇത് ഓർഡർ ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് അതെല്ലാം റെഡിയായി വരാനായിട്ട് ടൈം എടുക്കും. അപ്പൊ നമ്മൾ പുറത്ത് ടോക്കൺ കിട്ടും. ബിൽ പേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടോക്കൺ കിട്ടും. ആ ടോക്കണുമായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ടോക്കൺ വിളിക്കുന്നതനുസരിച്ച് നമുക്ക് പോയി സാധനം കളക്ട് ചെയ്യാം. അങ്ങനെയാണ്. അങ്ങനെ വെറുതെ വെളിയിൽ നിന്നപ്പോൾ ഇങ്ങനെ ചെളി അടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇവിടെ നിന്നിട്ട് അങ്ങനെ ഇതെല്ലാം ടോക്കൺ വിളിക്കാൻ വേണ്ടി ഓർഡർ പ്ലേസ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഇതിന്റെ മേളിൽ തന്നെ ഡൈനിങ് ഏരിയ ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് മേടിച്ച് അവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം. പക്ഷെ നമുക്കിപ്പോ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്ന കാരണം ഇപ്പൊ കഴിക്കാൻ ഒരു മൂഡില്ല. അപ്പൊ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാന്ന് ഓർത്തിട്ട് ഓർഡർ ബില്ല് കഴിഞ്ഞിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മളെ ടോക്കണൊക്കെ എത്തി നമ്മൾ ഒരു സാധനം മേടിക്കുന്നു കേട്ടോ. അവരത് പാക്കറ്റിലാക്കി ടിഷ്യൂവും സ്പൂണും ഒക്കെ ആയിട്ട് നമുക്ക് തരും. ഒരു അരമണിക്കൂർ, കറക്റ്റ് ഒരു അരമണിക്കൂറിൽ നമ്മുടെ സാധനം പ്രിപ്പയർഡായി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ ഡെസേർട്ട് കിട്ടിയിട്ടുണ്ട്. കവറിനകത്ത് സൈൻ ലവാന്റെ കവറിനകത്തൊക്കെ അവർ തന്നു. നമ്മൾ അതും കൊണ്ട് ഇങ്ങനെ നടന്ന് പോകണം. ഇതാണ് നമ്മുടെ ഡെസേർട്ട് ഷേക്കും ഒക്കെ. നമുക്കിനി വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതുമായിട്ട് കാറിലോട്ട് വിടുവാണ്. എന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയി വീട്ടിൽ ചെന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലെത്തിയേട്ടാ, ഇത് ജ്യൂസ് കഴിച്ചേട്ടാ. എന്ത് എൻ്റെ പേര്? അസീറാത്തുൽ ലോട്ടസ്. പിസ്ത ആയിരുന്നു നോക്കിയിരുന്നത്, പക്ഷേ ഈ ലോട്ടസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഒരെണ്ണം സാമ്പിള് നോക്കിയതാട്ടോ. 150 രൂപയാണ് ഈ ഒരു ബോട്ടിലിന്. പിന്നെ നമ്മൾ മേടിച്ച സാധനം തീരുന്നു. കുറേ ടിഷ്യൂ ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ടിഷ്യൂ 3 സ്പൂൺ. ഇതാണ് നമ്മൾ മേടിച്ച പിസ്താഷ്യോ ലോട്ടസ്, അങ്ങനെ എന്തോ ആണ്. അതോ ലോട്ടസ് പിസ്താഷ്യോ ലോട്ടസ്, എന്തായാലും രണ്ടും ഉണ്ട്. തുറന്നു നോക്കാം ഇതെങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ തരം. കഴിച്ചു നോക്കട്ടെ. നല്ല മധുരം കേട്ടോ. ഇനി കുണാപ്പ പോലെ കഴിക്കുന്നുണ്ട്. അത് സ്വീറ്റ് ലവേഴ്സിന് പറ്റിയ സാധനം. ഭയങ്കര മധുരം പറഞ്ഞാൽ ഭയങ്കര മധുരം. നിന്റെ മുഖം കണ്ടിട്ട് നല്ലതെന്നാണോ? വേറൊരു ടേസ്റ്റാട്ടാ, പക്ഷെ നല്ല മധുരമുണ്ട്. ഇത്രയും മധുരം കഴിച്ച് മത്ത് പിടിച്ചു പോകുന്ന എനിക്ക് തോന്നുന്നു. കൊള്ളാം, നല്ല ഐറ്റം.
ഒരു വട്ടം ട്രൈ ചെയ്യാൻ കേട്ടോ. എനിക്കൊക്കെ ഒരു വട്ടത്തിൽ ട്രൈ ചെയ്യുള്ളൂ ഈ മധുരം കാരണം. പിന്നെതാ ലോട്ടസിൻ്റെ ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ പിസ്ത. സൂപ്പർ. കുണാഫ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. കുണാഫ പോലെ തന്നെ ഇരിക്കുന്നു. കുണാഫ പോലെ തന്നെ ഇതിനകത്തിരിക്കുന്ന കുണാഫയാന്ന് തോന്നുന്നു. കൊള്ളാം കേട്ടോ. വേറൊരു ടൈം ഒരു വട്ടമൊക്കെ ട്രൈ ചെയ്യാം നമുക്ക്. നമുക്ക് ജ്യൂസും കൂടെ നോക്കിയാലോ. ജ്യൂസ് എങ്ങനെയുണ്ടെന്ന് അറിയാം. ഇത് ഭയങ്കര മധുരം, ഓവർ സ്വീറ്റ്നെസ് കേട്ടോ. മത്ത് പിടിച്ച് ഇവിടെ അങ്ങനെ കിടന്നു പോകും. അമ്മാതി ജ്യൂസ് നോക്കട്ടെ, ഷേക്ക് ചെയ്തിട്ട് കുടിക്കാം. ഇത് കുഴപ്പമില്ല കേട്ടോ. ഇത് വലിയ മധുരമൊന്നുമില്ല, മീഡിയം. പാലും ഈ ലോട്ടസ് ബിസ്ക്കറ്റാന്ന് തോന്നുന്നല്ല ആണ്. അതെ, ഇത് കുഴപ്പമില്ല, നോർമൽ മീഡിയം ഒരു മധുരമേ ഉള്ളൂ. ഓക്കെ, ഇത് ഒത്തിരി കഴിക്കാൻ പറ്റില്ല, ഇച്ചിരി ഇച്ചിരി ആയിട്ട് പകുതി പകുതിയെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അമ്മാതിരി ഓവർ മധുരമായിട്ട് എനിക്ക് തോന്നണം. അപ്പം ഞങ്ങളങ്ങനെ ഈജിപ്ഷ്യൻ ഡെസേർട്ട് ട്രൈ ചെയ്തിരിക്കുന്നു. കൊള്ളാം കേട്ടോ. ഇതിന് 350 രൂപയാണ് കേട്ടോ ഈ സാധനം. നമ്മളെന്താ മേടിച്ചത്? ലോട്ടസ് പിസ്താഷ്യോ. നല്ല തിരക്കല്ലേ? നല്ല തിരക്കാട്ടോ, ഭയങ്കര ക്യൂ. ഇവിടെ ഇടപ്പള്ളി പോയിട്ട് നല്ല ക്യൂ ആ. പക്ഷെ കാക്കനാട് വന്നിട്ട് നമുക്ക് റോഡ് സൈഡ് ആയത് കാരണം ഇരിക്കാനൊന്നും വലിയ സ്പേസ് ഇല്ല. റോഡ് മുഴുവൻ അങ്ങ് ക്യൂ നീണ്ടു കിടക്കുക. ഞായറാഴ്ചയും കൂടെ ആയിരുന്നു കേട്ടോ. ഇനി ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഭയങ്കര തിരക്ക്. ചെന്ന് കയറി കുറേ നേരം നമ്മൾ നിൽക്കേണ്ടി. ഇവിടെ പിന്നെ അത്രയും നിൽക്കേണ്ടതൊന്നും വന്നില്ല. ചെന്ന ഉടനെ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റി. പിന്നെ സാധനം റെഡിയായി വരാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. വെറൈറ്റി സാധനമാണ്, കുറേ വെറൈറ്റി ഉണ്ടല്ലോ. അതിൻ്റെ മെനു ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പേര് കേട്ടിട്ടില്ലാത്ത കാരണം ലോട്ടസ് പിസ്താഷ്യോ എന്ന് കണ്ടുകൊണ്ട് ഇതങ്ങ് എടുത്ത് 2 ഒരെണ്ണം വെച്ചിട്ട് കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പോൾ ഇത്രയാണ് വീഡിയോ. നൈസ്, നിങ്ങൾ പോയി ട്രൈ ചെയ്യുക. ബൈ ബൈ ബൈ. വീഡിയോ തീർന്നിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമോ, നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം കഴിച്ചു കേട്ടോ. അപ്പൊ അടിപൊളിയായിരുന്നു. ആ ഓവർ സ്വീറ്റ്നെസ് ഒക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് അതിന്റെ അടിയിൽ തന്നെ മിൽക്കിന്റെ ഒരു ക്രീമും മിൽക്ക് കേക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് ലാസ്റ്റ് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് അടുത്ത ദിവസം കഴിച്ചപ്പോഴാണ് ഉള്ളിലോട്ടുള്ള ഫ്ലേവറൊക്കെ കിട്ടിയ. അപ്പൊ ആ ഓവർ മധുരം ആ കേക്കിന്റെ ഇതിലൊക്കെ അങ്ങ് ഇതായിട്ട് അന്ന് സെക്കൻഡ് സെറ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ. സൂപ്പറായിരുന്നു. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇത്രയുള്ളപ്പോൾ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.